വറുത്തരച്ച സാമ്പാറാണ് ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത്. അതിനായി കുറച്ച് പരിപ്പെടുത്ത് കഴുകി കുക്കറിലേക്ക് ഇട്ടിട്ടുണ്ട്. അതിലേക്ക് മത്തങ്ങ, കുമ്പളങ്ങ, ചേന, ക്യാരറ്റ്, സബോള, തക്കാളി, 2 പച്ചമുളക് ഇതെല്ലാം നുറുക്കി കുക്കറിലേക്ക് ഇട്ട് 3/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഉപ്പും വെള്ളവും ചേർത്ത് 2 വിസിൽ വരുന്നത് വരെ വേവിക്കണം. അതിനുശേഷം നാളികേരം വറുത്തെടുക്കണം. അതിനായി ഒരു ചീനച്ചട്ടി അടുപ്പത്ത് വെച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് ചൂടാകുമ്പോൾ കായം ആദ്യം ഇടണം. കായം ഒന്ന് ചെറുതായി മൂത്ത് വരുമ്പോൾ ഉള്ളി, നാളികേരം, ഉണക്കമുളക്, കറിവേപ്പില, ഉലുവ ഇതെല്ലാം ചേർത്ത് ബ്രൗൺ നിറമാവുന്നത് വരെ വറുത്ത് അതിനുശേഷം 2 ടീസ്പൂൺ മുളക് പൊടിയും 2 ടീസ്പൂൺ മല്ലിപ്പൊടിയും ചേർത്ത് ഇളക്കി മാറ്റി വയ്ക്കണം. ഇനി ഒരു പാത്രത്തിലേക്ക് പുളി പിഴിഞ്ഞൊഴിച്ച് അതിലേക്ക് ആദ്യം മുരിങ്ങക്കായ ഇടണം. മുരിങ്ങക്കായ ഒന്ന് ചെറുതായി വെന്ത് വരുമ്പോൾ വെണ്ടക്കായ ഇടണം. രണ്ടും കൂടെ നന്നായി വെന്ത് കഴിഞ്ഞാൽ കുക്കറിലേക്ക് ഇട്ട് നന്നായി തിളയ്ക്കുമ്പോൾ അതിലേക്ക് വറുത്ത് വെച്ച നാളികേരം അരച്ചത് ഒഴിക്കണം. എല്ലാം കൂടെ നന്നായി തിളച്ച് ഉപ്പും പുളിയും പാകമാണോയെന്ന് നോക്കണം. പോരെങ്കിൽ ചേർക്കണം. അതിനുശേഷം ഒരു ചീനച്ചട്ടി അടുപ്പത്ത് വെച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് ചൂടാകുമ്പോൾ അതിലേക്ക് 1/4 ടീസ്പൂൺ ഉലുവ ഇടണം. ഉലുവ പൊട്ടി വരുമ്പോൾ 1 ടീസ്പൂൺ കടുക് ഇടണം. കടുക് പൊട്ടി കഴിഞ്ഞാൽ അതിലേക്ക് ഉണക്കമുളകും കറിവേപ്പിലയും ഇട്ട് മൂപ്പിച്ച് കറിയിലേക്ക് ഒഴിക്കണം. എല്ലാം കൂടെ നന്നായി ഒന്ന് തിളച്ച് കഴിഞ്ഞാൽ ഗ്യാസ് ഓഫ് ചെയ്ത് കറി ഇറക്കി വയ്ക്കാം. നല്ല ടേസ്റ്റുള്ള സാമ്പാറാണ്.